ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ 24-ന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട്. കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിൽ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. മറ്റു സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ. മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത്, നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു. ആദ്യം തന്നെ ലഭിക്കുന്ന സൂചന ഈ സംസാരിക്കുന്നത് 24 ന്യൂസിലെ SKN ആണ്, ശ്രീകണ്ഠൻ നായരാണ്. അദ്ദേഹം അതിശക്തമായി തൻ്റെ സഹപ്രവർത്തകരോട് കയർക്കുന്നതാണ്, ശകാരിക്കുന്നതാണ് ഇതിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. മാധ്യമരംഗത്ത് SKN 40 വർഷം പിന്നിട്ട വേളയാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനും മുൻനിരയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി 14 ജില്ലകളിലേക്കും 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ആഹ്വാനം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു വോയിസ് പല ഗ്രൂപ്പുകളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകണ്ഠൻ നായർ എന്ന ഒരൊറ്റ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് 24 ന്യൂസ് എന്ന വാർത്താ ചാനലിനെ ഒന്നാമതായി എത്തിക്കാൻ ചുരുങ്ങിയ വേളയിൽ തന്നെ സാധിച്ചത്. 2018 ആരംഭിച്ച ചാനൽ തുടക്കം മുതൽ തന്നെ മുൻനിര ചാനലുകളായ പതിറ്റാണ്ടുകൾ പാരമ്പര്യവും പഴമയുമുള്ള പല ചാനലുകളെയും പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് എത്തി. അതിൽ മനോരമയും മാതൃഭൂമിയും ഒക്കെ തന്നെ വളരെ അന്താളിച്ചാണ് 24-ന്റെ വളർച്ചയെ നോക്കിക്കണ്ടത്. മലയാള മാധ്യമ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ ഒരു നേട്ടം തന്നെയാണ് അദ്ദേഹം അങ്ങനെ സ്വന്തമാക്കിയത്. കേവലം 4 വർഷത്തിനുള്ളിൽ പരമ്പരാഗതമായിട്ടുള്ള നടപ്പ് രീതികളെയൊക്കെ തന്നെ പൊളിച്ചെഴുതി എല്ലാത്തിനും അപ്പുറത്തേക്ക് ജനങ്ങളുടെ സ്വീകരണ മുറിയിലെത്തുമ്പോൾ അവർക്ക് അനുഭവേദ്യമായ രീതിയിൽ, പുതിയ രീതിയിൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു മികവ് തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു മടിയുമില്ലാതെ എല്ലാ വേലിക്കെട്ടുകളെയും തകർത്തു പോയതുകൊണ്ടാണ് ഇപ്പോൾ 24 ന്യൂസ് മികച്ച ഒരു ന്യൂസ് ചാനലായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിങ്ങിനിടയിൽ മികവ് കാട്ടാത്ത മുതിർന്ന മാധ്യമപ്രവർത്തകരെയാണ് ചാനലിൻ്റെ തന്നെ ചീഫ് എഡിറ്റർ കൂടിയായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ ശകാരിച്ചിരിക്കുന്നത്. എങ്ങനെയോ ചാനൽ ഗ്രൂപ്പിലിട്ട ചില വോയിസ് ക്ലിപ്പുകൾ നവമാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിക്കുന്നു. ചിലർ അത് പുറത്തേക്ക് വിട്ട് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു. 24 ന്യൂസ് ചാനലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുവെന്നാണ് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞിരിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ 24-ലെ ജേർണലിസ്റ്റുകൾ നടത്തിവരുന്ന പരസ്പര യുദ്ധവും തമ്മിലടിയും ചാനലിൻ്റെ റേറ്റിംഗ് കുറച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഞാൻ ചാനലിൽ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നുവെന്നാണ് ശ്രീകണ്ഠൻ നായർ ശബ്ദരേഖയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആ ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം ഇതാണ്. ശ്രീജിത്തും ദീപക് തർമ്മളും നോക്കി നിൽക്കുമ്പോഴാണ് AK ബാലൻ പൊട്ടിക്കരയാൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് സംഭവമായിട്ട് വരുന്നത്. പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു. ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി. അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമ്മൾ എടുത്തു എന്നുള്ളതും ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും നിങ്ങളുടെ വിശദീകരണം എത്രയും പെട്ടെന്ന് അയക്കുക. എനിക്ക് വെരി പർട്ടിക്കുലർ കേട്ടോ. ഞാൻ അതിനകത്തൊരു ആക്ഷൻ എടുക്കും എന്തായാലും. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടി വരുന്നത്. ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് തർമ്മളും പറയുന്നു. എന്നാൽ ഞാൻ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശ്രീജിത്ത് പറയുന്നു ബൈക്ക് എടുക്കാൻ ഏൽപ്പിച്ച് വിളിച്ച് ചെയ്യത്തില്ല എന്ന് പറയുന്നു. ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല. ഏകോപനത്തിന് ചുമതലയുണ്ടായ ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ വ്യക്തമാകും. ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ 24-ന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട്. കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുൻപിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി വെയർ ഫാർ ബിഹൈൻഡ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തിൽ പോരാട്ടം ഈഗോ ആണ്. ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം. ഇത് ശ്രീജിത്തും ദീപക് തർമ്മളവും മറ്റുള്ള 4 പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം. എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിൽ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. മറ്റു സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ. മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത്, നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുക. ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാറുണ്ടല്ലോ. സ്ഥാപനം നന്നായിട്ട് പോട്ടെന്നുള്ളതല്ലേ. നമ്മൾ ഈ മത്സരത്തിന് മുൻപിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് കൂടി മനസ്സിലാക്കുക. ഗോപികൃഷ്ണൻ എല്ലാ റീജിയണൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് വയ്ക്കുക. ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടേക്ക് ഓവർ ചെയ്യുന്നത് തീരുമാനിക്കുക. കോഴിക്കോട്, ഡൽഹി, അതുപോലെ തന്നെ കൊച്ചിൻ, ഈ ഇത്തരത്തിലെല്ലാം. കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ പനിയാണെന്ന് അറിയിച്ചാൽ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരാളില്ലാത്ത അവസ്ഥ വരരുത്. ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റ് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. ദിലീപും ടേക്ക് ഓവർ ചെയ്യുക. ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ്ലി, അതല്ലെങ്കിൽ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുക. ഇത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക. ഇതൊരു ഇന്റേണൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് 24-ൽ. കാരണം നമുക്ക് ഐ ആം ഫെഡ് അപ്പ്. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാളെടുക്കാൻ തീരുമാനിച്ചു. അതാണ് ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ഓക്കെ,
ഞാൻ പല റീജിയണൽ ബ്യൂറോകളിലും സിംഗിൾ മാനേജ് ബ്യൂറോയിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്നുള്ള പരാതി നിരന്തരം കേൾക്കും. എന്നാൽ ഇന്നുണ്ടായ ഒരു സംഭവം 6 ലൈവ് ബാഗ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഒരു ഷോട്ട് എടുത്തേക്കാൻ പോലും ക്യാമറമാൻ ഡെപ്യൂട്ടിയുള്ള 6 ലൈവ് ബാഗാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും. അത് ചിലപ്പോൾ കുറച്ച് ആർഷ് തീരുമാനങ്ങളായിരിക്കും. അതിന് പണ്ടത്തെ പോലുള്ള വലിയ പരിഗണന കടയൊക്കെ ഞാൻ അടച്ചു കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അതായത് നിങ്ങൾ റിപ്പോർട്ടർ തന്നെ പോകണം നിർബന്ധമില്ല. ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപോ അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സോ അത് കൊടുത്തോളും വാർത്ത. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉപയോഗിക്കണം. ഇന്ന് മുതൽ റിപ്പോർട്ടർക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയണൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് വിടുക. അവിടെ തിരുവനന്തപുരത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഷെബീദ് റാവത്ത് ബ്യൂറോ ചീഫ് തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടെ വയ്ക്കുകയാണ്. ആദ്യം ഇൻകേസ് ഷെബീദ് റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിനായിരിക്കും ചാർജ്. അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ്. ശ്രീകാന്ത് 3 മാസത്തേക്ക് ടൂറിലാണ് ട്രിവാൻഡ്രത്തേക്ക്. അപ്പം ഇന്നിപ്പം ഷെബീദ് റാവത്തിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ അന്വേഷിച്ചടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വരിക, ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉപയോഗിക്കുക, ക്യാമറമാനെ. ചാനലിലുള്ള മുഴുവൻ ജേർണലിസ്റ്റുകൾക്കും വേണ്ടി അവർ അറിഞ്ഞിരിക്കാനായി അവർക്കൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നൽകിയ ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് നടന്ന CPM സമ്മേളനത്തിന്റെ റിപ്പോർട്ടിങ്ങിനിടയിൽ മുതിർന്ന 2 ജേർണലിസ്റ്റുകൾ തമ്മിലുണ്ടായ ഈഗോ പ്രശ്നങ്ങൾ മൂലം സ്ഥാപനത്തിന്റെ പ്രകടനത്തെ സാരമായി അത് ബാധിച്ചെന്നും ഇക്കാര്യത്തിൽ ഇരുവരും വിശദീകരണം രേഖാമൂലം തന്നെ നൽകണമെന്നാണ് രോഷാകുലനായി ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെടുന്നത്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആരും പ്രതീക്ഷിക്കേണ്ട. പണ്ടത്തെ പോലുള്ള പരിഗണനയുടെ കടയെല്ലാം അടയ്ക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ താക്കീത്. സ്ഥാപനമാണോ വലുത് അതോ നിങ്ങളുടെ ഈഗോയാണോ വലുത് എന്നുള്ളത് തനിക്ക് ഈ ഒരു വേളയിൽ വലിയ സംശയമായി തോന്നുകയാണ്. ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നു. സ്ഥാപനം നന്നായി പോകട്ടെ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ മത്സരത്തിന്റെ മുമ്പിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇത്രയധികം പണം മുടക്കി ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. മെന്റലി വലിയ വിഷമം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. R. ശ്രീജിത്ത് 24 ന്യൂസിന്റെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ചീഫാണ്. അതുപോലെ ദീപക് ധർമ്മടം കോഴിക്കോട് ചീഫ്. ഈ 2 ജേർണലിസ്റ്റുകളും കൊല്ലത്ത് CPM സമ്മേളനം കവർ ചെയ്യാനായി പോയപ്പോൾ ഇരുവർക്കും CPMൽ അടുത്ത ബന്ധമുള്ളവരും മികച്ച വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ചർച്ച ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നതിൽ മിടുക്കരാണ്. എന്നാൽ ഇരുവരും ഒന്നിച്ചെത്തിയപ്പോൾ അവിടെ ഈഗോ വർക്കൗട്ടായി എന്നാണ് പരാതി. റിപ്പോർട്ടിങ്ങിനായി നിയോഗിച്ചപ്പോൾ പരസ്പരമുള്ള ഈഗോ കാരണം പല പ്രധാനപ്പെട്ട ബ്രേക്കിങ്ങുകളും എക്സ്ക്ലൂസീവ് വാർത്തകളുമൊക്കെ നഷ്ടമായി. പാർട്ടി പദവികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട AK ബാലൻ കൊല്ലത്ത് വികാരധീനായ ഒരു സംഭവം അത് വളരെ വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു. അത് കൃത്യമായി പകർത്തിയത് മീഡിയ 1 ആയിരുന്നു. അതിൽ AK ബാലനുമായി ചേർന്ന് ആ കാര്യങ്ങൾ പഴയകാലമൊക്കെ തന്നെ ചോദിക്കുമ്പോഴും ഇനി മുന്നോട്ടെങ്ങനെ എന്നുള്ളത് ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഏറെ വൈറലായി പ്രചരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ശ്രീജിത്ത് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് വേണ്ടതുപോലെ കവർ ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ വിഷയമാണ് ശ്രീകണ്ഠൻ നായർ ഉയർത്തുന്നത്. ഇങ്ങനെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ശക്തമായി ഇതിനെതിരെ വിമർശനം ഉയർത്താൻ തയ്യാറായത്. ചാനലിൻ്റെ ആരോഗ്യത്തിനും നേട്ടത്തിനും വേണ്ടി വളരെ പോസിറ്റീവായ മെസ്സേജാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്.